ഹായ് ഫ്രണ്ട്സ്, മൈ ഇലക്ട്രിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് LED ടെസ്റ്റിനെ പറ്റി ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഒന്നടിച്ചു വിടുക. ഇതാണ് നമ്മുടെ LED ടെസ്റ്റർ. ഇത് ഡയറക്റ്റ് 230 AC-യിലാണ് കണക്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വയർ. ഇത് കറക്റ്റ് PCBയിൽ നമുക്ക് അതിൻ്റെ PCBയിൽ SMD LED ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് ആക്കിയെടുത്തതാണ്. ഒറിജിനൽ പ്രോബ് ഇങ്ങനെയല്ല. നമുക്കിത് പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ മേലെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കണം. അത് ഓണാക്കിയാൽ അത് DC 300 വോൾട്ടിൽ കറക്റ്റ് പോയി കിടക്കും. കാരണം നമ്മൾ ഔട്ട്പുട്ട് ഒന്നും കൊടുത്തിട്ടില്ല, 0 ആണ്. പക്ഷേ 300 വോൾട്ടിൽ അതങ്ങനെ ഉണ്ടാവും. വോൾട്ടേജ് കൊടുക്കുമ്പോൾ റെഗുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ബാക്ക് ലൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി നോക്കാം. ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ LED TVൻ്റെ ഡിസ്പ്ലേയിൻ്റെ പുറകിലായിട്ട് ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബാക്ക് ലൈറ്റ് കേട്ടോ. പ്രോബത്തിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ 300 എന്നുള്ളത് മാറുന്നതായിട്ട് കാണാൻ പറ്റും. കത്താൻ തുടങ്ങുമ്പോൾ തന്നെ 16 അതിനുശേഷം നമ്മൾ പ്രോബ് എടുക്കുമ്പോൾ ഡയറക്റ്റ് പിന്നെ 300 തന്നെ പോയി കിടക്കും. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. സൂചിപ്പിക്കുന്നത് ഈ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് 16 വോൾട്ട് DC-യിലാണ്. അതാണ് 16 എന്ന് എഴുതി കാണിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ AC 230 വാൾട്ടിൻ്റെ LED ബൾബാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 12 വാട്ട്സ് LED ബൾബാണിത്. ഇതിൻ്റെ ക്യാപ്പ് ഇങ്ങനെ തുറന്ന് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ PCBയിൽ കുറച്ച് LED സോൾഡർ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഈ LED നമുക്ക് LED ടെസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കത്തുന്നുണ്ട്. നേരത്തെ നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് അത് വോൾട്ട് എത്രയെന്ന് കാണുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് വോൾട്ട് എത്രയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 114, 118, 117, 118 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നേരത്തെ 12 വാട്ട്സിനുള്ളിലുള്ള PCB പോലെ തന്നെ 5 വാട്ട്സിൻ്റെ LED ബൾബിനുള്ളിലുള്ള PCB ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഈ PCB ആണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 3.2 വോൾട്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. 3.2 വോൾട്ടിലാണ് അതിൻ്റെ അകത്ത് ഒരു LED കത്തുന്നത്. ഒരു LED മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 mm LED ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
ഇതെല്ലാവർക്കും അറിയുന്ന ഒരു LED ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കത്തുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒന്ന് മേലോട്ട് തിരിച്ച് വെച്ചാൽ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് കത്തുന്നുണ്ട്. അപ്പം 2.1-2.1-ലൊക്കെയാണ് ഇത് കത്തുന്നത്. അതിനേക്കാളും വലിപ്പം കുറഞ്ഞ വേറൊരു LED കൂടെ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ LED ചെക്ക് ചെയ്യുമ്പം ഇത് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് അടിച്ചു പോയില്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ LED കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടിച്ചു പോയോ? ഇല്ല ഗൈസ്, ഇത് അടിച്ചു പോയിട്ടില്ല. എന്തായാലും കത്തുന്നുണ്ട്. അടിച്ചു പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ നല്ല ബ്രൈറ്റായിട്ട് കറക്റ്റ് 3 വോൾട്ടിൽ തന്നെ കത്തുന്നുണ്ട്. അതടിച്ചു പോകാത്ത സ്ഥിതിക്ക് നമ്മൾ ചാർജിങ് മൊഡ്യൂളിലെ SMD 2 LEDകളുണ്ട്. ആ SMD 2 LEDകളും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതാണ് SMD LED എന്ന് പറയുന്നത്. ഒന്ന് ബ്ലൂ കളറും ഒന്ന് റെഡ് കളറുമാണ്. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അതും കത്തുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് 2 വോൾട്ടിൽ അതും കത്തുന്നുണ്ട്. നെഗറ്റീവ് പോസിറ്റീവ് മാറിയതാണ്. ബ്ലൂ കളർ LEDയും കറക്റ്റ് ബ്ലൂ കളർ LED 3 വോൾട്ടിലാണ് കത്തുന്നത്. റെഡ് കളർ LED 2 വോൾട്ടിലാണ് കത്തുന്നത്. SMD LED വരെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. യാതൊരു കുഴപ്പമില്ലാതെ കത്തുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മൾട്ടിപർപ്പസ് LED ടെസ്റ്റർ. നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതാദ്യം തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിൽ